സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ പറുദീസയുമായി അന്ന ഫുട്വെയർ ആൻഡ് സ്പോർട്സ്. കനറ ബാങ്കിന് എതിർവശം മെയിൻ റോഡ്, ചേലക്കര. UDF മുള്ളൂർക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം അഷ്റഫ് ഞാങ്ങാട്ടൂർ ഉദ്ഘാടനം ചെയ്തു. NS വർഗീസ് അധ്യക്ഷത വഹിച്ച പൊതുയോഗത്തിൽ കുഞ്ഞിക്കോയത്തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി. K നാരായൺകുട്ടി, PV സുലൈമാൻ, പ്രസാദ് ആറ്റൂർ, KA മുഹീദ്ദീൻ, ഉണ്ണികൃഷ്ണൻ, PV അലി, KA നൌഷാദ്, PM അലി, ജയശ്രീ, ആയിഷ ഉമർ, KMA ബക്കർ, ശ്രീയേഷ് നരിപ്പറ്റ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. അമ്മൂമ്മയുടെ കറക്റ്റ് വിലാസം എഴുതി അമ്മൂമ്മയുടെ കയ്യിൽ കൊണ്ടുകൊടുത്തു. നിങ്ങളുടെ കത്തിന്റെ മറുപടി ഇതാ. അമ്മൂമ്മ നെറ്റിപ്പോയി. കവർ തുറന്ന് നോക്കുമ്പോൾ ദൈവത്തിന്റെ വക 350 രൂപ. സന്തോഷം തുള്ളിച്ചാടി. അമ്മൂമ്മ പറഞ്ഞു, ഇത്ര കാരുണ്യമുള്ള ദൈവം എവിടെ ഉണ്ടാവും? എന്റെ വിളി കെട്ടിയിരിക്കുന്നു. ഒരാഴ്ച കഴിഞ്ഞ് രാധാകൃഷ്ണൻ അതിലെ പോകുമ്പോൾ ഇതേ അഡ്രസ്സിൽ അടുത്ത കത്ത്. രാധാകൃഷ്ണൻ വിചാരിച്ചു ഇനി എത്ര രൂപ കൊടുക്കേണ്ടി വരുമെന്ന് പകച്ചു നിൽക്കുകയാണ്. എന്നാലും വേണ്ടിയില്ല. രാധാകൃഷ്ണൻ പുറത്തു പോയിട്ട് ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ കണ്ണ് നിറഞ്ഞുപോയി. എന്താണ് എഴുതിയിട്ടുള്ളത്? അമ്മൂമ്മ, ദൈവമേ നീ കോടീശ്വരനാണ്, ലക്ഷാധിപതിയാണ്, ഒക്കെയാണ്. ഞാൻ നിന്നോട് ലക്ഷങ്ങളൊന്നും ചോദിച്ചില്ല, ഞാൻ 500 ചോദിച്ചുള്ളൂ. പക്ഷെ നീ സത്യസന്ധനായതുകൊണ്ട് നീ 500 രൂപ അയച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷെ 150 കട്ടെടുത്ത രാധാകൃഷ്ണന്റെ തലയിൽ ഇരുത്തി വീണേ ദൈവമേ. രാധാകൃഷ്ണന്റെ 350 പോയി, ചീത്തപ്പേരും കിട്ടി. ഉമ്മൻചാണ്ടിക്ക് കിട്ടിയത് അതാണ്. ഉമ്മൻചാണ്ടി കയ്യിൽ നിർത്തൊക്കെ സഹായിച്ചു. പക്ഷെ നമ്മൾ വിചാരിച്ചത് ഉമ്മൻചാണ്ടി ചെയ്തില്ല, ഉമ്മൻചാണ്ടി അടിച്ചു മാറ്റി. പാവം ഉമ്മൻചാണ്ടി പോയപ്പോ വന്നതാരാ? ഒരാൾ ചോദിച്ചു, ഈ ലോക തോൽവിക്ക് ആരാടാ വിജയം എന്ന് പേരിട്ടത്? ആലോചിച്ചു. ഇപ്പൊ പെൻഷൻ ഉണ്ട്. 4500 രൂപ പെൻഷൻ തന്ന ഇടതുപക്ഷ ഗവൺമെന്റിന് വോട്ട് ചെയ്യണം. 10500 തരേണ്ടത്. 5500 പോക്കറ്റിലിട്ട് നടക്കുക സഖാക്കൾ. എന്നിട്ട് 4500 കൊടുത്തിട്ട് പറയാണ് ഭയങ്കര സംഭവമാണ്. ഞാനൊരു സഖാവിനോട് ചോദിച്ചു, നിങ്ങൾ വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ ചേച്ചിമാർ ചോദിക്കൂലേ നിങ്ങളോട്, സഖാവേ റേഷൻ കടയിൽ അരിയുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഉണ്ടില്ല എന്ന് പറയുന്നത്. റൈറ്റ് ന്യൂസ് മുള്ളൂർക്കര.